ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന സംഘർഷത്തിൽ അമേരിക്കൻ സൈന്യം വീണ്ടും പ്രതിസന്ധിയിലായി എന്ന് റിപ്പോർട്ട്. അമേരിക്കൻ സൈന്യത്തിൻ്റെ പക്കൽ കാര്യമായ ആയുധശേഖരമില്ല എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. മിസൈലുകളിൽ ഏതാണ്ട് 80% അമേരിക്ക ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഉടൻ മിസൈലുകളും മറ്റു യുദ്ധസാമഗ്രികളും എത്തിയില്ല എങ്കിൽ അമേരിക്ക പ്രതിസന്ധിയിലാകുമെന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ ഉദ്ധരിച്ചുകൊണ്ട് ചില വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായി, കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിക്കാൻ ആരംഭിച്ചതാണ്. ഒരു ഘട്ടത്തിൽ വെച്ച് ഇസ്രായേൽ പിന്മാറി നിൽക്കുകയാണ്. അമേരിക്ക മാത്രമാണ് ഇപ്പോൾ ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ അതിശക്തമായ ആക്രമണം നടത്തിയിട്ടും അമേരിക്കയുടെ സൈനിക ലക്ഷ്യങ്ങളിൽ ഒന്നും തന്നെ നേടാൻ കഴിഞ്ഞില്ല. ഇറാന്റെ പക്കലുള്ള ആണവായുധങ്ങൾ കൈവശപ്പെടുത്താനോ ഹോർമൂസ് കടലിടുക്ക് സ്വതന്ത്രമാക്കുവാനോ മറ്റേതെങ്കിലും തരത്തിൽ ഇറാനെ കീഴ്പ്പെടുത്താനോ ഇതുവരെയും അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോഴും യുദ്ധം തുടരുകയാണ്. ആണവായുധങ്ങൾ ഇറാന്റെ കയ്യിൽ ശേഷിപ്പിച്ചിട്ട് പോയാൽ തീർച്ചയായും ഇസ്രായേലിനും അമേരിക്കയ്ക്കും അത് അപകടം ചെയ്യുമെന്ന കാര്യം അമേരിക്കയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് പരമാവധി ഇറാനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 13 ദിവസം തുടർച്ചയായി അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഏകപക്ഷീയമായി അമേരിക്ക ആക്രമണം നിർത്തിവച്ചിരിക്കുന്നത്. ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് ആണയിട്ട് പറയുന്നു. ഇറാനുമായും ഒമാനുമായും പുതിയ ചർച്ചകൾ ആരംഭിച്ചതായും ഉടൻ തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനെ അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാതെ തള്ളുകയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്. എന്നാൽ ഇറാൻ ഈ കളവ് പറയുകയാണെന്നും ചർച്ചകൾ ഇറാനുമായും അമേരിക്കയുമായും നടക്കുന്നുണ്ട് എന്നുമാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ ഇറാൻ പറയുന്നത് ഈ യുദ്ധങ്ങൾ അമേരിക്കയുടെ ആയുധങ്ങൾ തീർന്നു പോയതുകൊണ്ട് നിർത്തിവച്ചിരിക്കുന്നതാണ്. ആയുധങ്ങൾ സംഭരിച്ചതിന് ശേഷം അമേരിക്ക വീണ്ടും യുദ്ധത്തിന് വരുമെന്നും സമാധാന ചർച്ചകൾക്ക് തങ്ങളില്ല എന്നുമാണ് ഇപ്പോൾ ഇറാൻ നിലപാടെടുത്തിരിക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ ആയുധ ശേഖരത്തിൽ വൻ കുറവ് വന്നിട്ടുണ്ടെന്നും മിസൈലുകളിൽ 80% കുറവ് വന്നിട്ടുണ്ടെന്നും അമേരിക്കൻ ജനറൽമാർ തന്നെ പറയുന്നു എന്ന് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് അമേരിക്കയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള താഡ് മിസൈലുകൾ, പാട്രിയറ്റ് മിസൈലുകൾ, ഇതെല്ലാമാണ് 50% താഴെ കുറഞ്ഞിരിക്കുന്നത്. ഈ 2 മിസൈലുകളും ഇൻ്റർസെപ്റ്റർ മിസൈലുകളായി ഉപയോഗിക്കുന്ന മിസൈലുകളാണ്. അതായത് ശത്രുവിൻ്റെ ഡ്രോണുകളും അതോടൊപ്പം തന്നെ വിമാനങ്ങളും അതോടൊപ്പം മിസൈലുകളും വെടിവെച്ച് താഴെയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ പ്രവർത്തിക്കുന്നത്. ഇൻ്റർസെപ്റ്റർ മിസൈലുകൾക്കാണ് ഏറ്റവും കൂടുതൽ പണം ചെലവ് വരുന്നത്. മിസൈലുകൾ അയക്കുന്ന ഇറാന് തുച്ഛമായ പണച്ചെലവേ വരുന്നുള്ളൂ. പക്ഷെ അത് കൃത്യമായി ആകാശത്ത് വെച്ച് തകർക്കാൻ വലിയ വ്യത്യാസമുള്ള പണച്ചെലവുകൾ ആവശ്യമാണ്. വൻതോതിൽ ചെലവേറിയതാണ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ആവശ്യമായ ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ. ഇവിടെയാണ് 80% മിസൈലുകൾ തീർത്തു എന്ന് ഇപ്പോൾ അമേരിക്കൻ സൈന്യം ആശങ്കപ്പെടുന്നത്. അമേരിക്കൻ ആവനാഴിയിലെ ആയുധങ്ങൾ തീർന്നു എന്ന് പറഞ്ഞാൽ ആശങ്കപ്പെടുക അമേരിക്കൻ ജനത മാത്രമായിരിക്കില്ല, മറിച്ച് ഗൾഫ് രാജ്യങ്ങൾ ഒന്നാകെയായിരിക്കും. കാരണം അമേരിക്ക നടത്തുന്ന ഓരോ ആക്രമണത്തിനും ഇറാൻ മറുപടി പറയുന്നത് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടാണ്. ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾക്കും ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങൾക്കുമൊക്കെ നേരെ ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട്. ഇത്തരം ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാനും തിരിച്ച് ആക്രമണം നടത്താനുമെല്ലാം തീർച്ചയായും മിസൈലുകളും മറ്റ് ആയുധങ്ങളുമെല്ലാം ആവശ്യമാണ്. അമേരിക്കയുടെ പക്കൽ ഈ വലിയ മിസൈൽ ശേഖരത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന വാർത്ത പരക്കുമ്പോൾ വലിയ ആശങ്കയിലാണ് ഗൾഫ് രാജ്യങ്ങൾ. ഗൾഫ് രാജ്യങ്ങളെ ഈ ഇറാന്റെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുന്നത് അമേരിക്കയുടെ ഇൻ്റർസെപ്റ്റർ മിസൈലുകളാണ്. ഈ ഇൻ്റർസെപ്റ്റർ മിസൈലുകളാണ് തീരാറായി എന്ന വാർത്ത ഇപ്പോൾ പരക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചു തുടങ്ങിയത്. ആദ്യ ദിവസത്തിൽ തന്നെ ഇറാന് പരമോന്നത നേതാവിനെ നഷ്ടപ്പെട്ടു. ആയത്തുള്ള ഖമേനി ആദ്യ ദിവസത്തെ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെടുന്നു. പിന്നീട് അങ്ങോട്ട് ഇറാൻ എളുപ്പത്തിൽ വഴങ്ങും അമേരിക്കയ്ക്ക് എന്നാണ് അമേരിക്കയും ഇസ്രായേലും വിചാരിച്ചത്. എന്നാൽ ഇറാൻ അത്ര പെട്ടെന്ന് വഴങ്ങാൻ തയ്യാറായില്ല. ഇപ്പോഴും ഇറാൻ കനത്ത പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ ഓരോ ആക്രമണങ്ങൾക്കും എണ്ണി തിരിച്ചടി നൽകാൻ ഇറാന് കഴിയുന്നുണ്ട്. പക്ഷേ അതേസമയം ആയുധമില്ലാതെ അമേരിക്ക ബുദ്ധിമുട്ടുകയാണ്. എന്നാൽ അമേരിക്കയുടെ പക്കൽ ആവശ്യത്തിന് ആയുധങ്ങളുണ്ടെന്നും യുദ്ധം നിർത്തിവെക്കുന്ന പദ്ധതിയില്ല എന്നും ഇപ്പോൾ അമേരിക്ക പ്രതികരിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് ആവശ്യപ്പെടുന്ന ഏതു സമയത്തും ശക്തമായ ആക്രമണം ലോകത്തിൻ്റെ ഏതു കോണിലും നടത്താൻ തയ്യാറാണെന്ന് അമേരിക്കൻ സേനാ വിഭാഗങ്ങൾ തന്നെ ആണയിട്ട് പറയുന്നു.
എന്തായാലും തുടർച്ചയായിട്ടുള്ള യുദ്ധം അമേരിക്കയെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ടാണ് അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് ഇറാനെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ഇറാൻ ചർച്ചയ്ക്ക് വന്നില്ലെങ്കിലും അമേരിക്ക ഇതാ വന്നു എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. ഇനി അടുത്ത നിമിഷം തന്നെ ഒമാന്റെ കൂടി സഹകരണത്തോടുകൂടി ഇറാനെ എത്രയും വേഗം ചർച്ചയ്ക്ക് വിളിപ്പിക്കുമെന്നും ചർച്ചയിൽ വലിയ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറക്കുമെന്നും പറഞ്ഞു നടക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇത് വല്ലതും യാഥാർത്ഥ്യമാകുമോ എന്നറിയില്ല. എന്തായാലും യുദ്ധം അടിയന്തരമായി തന്നെ അവസാനിപ്പിക്കേണ്ടതാണ്. അതിൻ്റെ പ്രകോപനം ഏത് രാജ്യത്ത് നിന്നുണ്ടായാലും ആ പ്രകോപനത്തെ ശക്തമായി അപലപിക്കാൻ ലോക ജനത തയ്യാറാകണം. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.